ഇതിപ്പോൾ ഈ പ്രാവശ്യവും നീ എന്നെ പറഞ്ഞു പറ്റിക്കുമോടാ? നിന്റെ കല്യാണം കഴിഞ്ഞതിൽ പിന്നെ ഓരോ പ്രാവശ്യം കമ്പനി മീറ്റിങ്ങിനായി വീട്ടിൽ നിന്നിറങ്ങി ഇവിടെ ഹോട്ടലിൽ ഒത്തുകൂടുന്നത് വരെ വല്ലാത്ത ഒരാകാംക്ഷയാണ് നീ കാർത്തികയെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടോയെന്നറിയാൻ. പലപ്പോഴും ക്ഷമ കെട്ട് നിന്നെ വിളിച്ചു നോക്കാൻ ഫോൺ കയ്യിലെടുക്കും, പിന്നെ വേണ്ടാന്ന് വയ്ക്കും. കാത്തിരിക്കുന്നതിനും ഒരു സുഖമുണ്ടല്ലോ, അതും കതിര് പോലുള്ള പെൺകുട്ടി കാർത്തികയെ. കൊതിയോടെ ചുണ്ടുകൾ നനച്ച് പീറ്റർ പറയുന്നത് കേൾക്കെ ഒരു ലഹരി തൻ്റെ ശരീരത്തിലുടനീളം നിറയുന്നത് വിനോദ് അറിഞ്ഞു. ഈ പ്രാവശ്യവും നീ എന്നെ ശരിക്കും പറ്റിക്കുമോന്നാ എൻ്റെ പേടി. ഈ പ്രാവശ്യം അവളെ തീർച്ചയായും കൊണ്ടുവരാമെന്നും ആദ്യം എനിക്ക് തന്നെ തരാമെന്നും നീ പറഞ്ഞ ഉറപ്പിലാണ് ഇങ്ങോട്ടൊന്ന് പകരമില്ലാഞ്ഞിട്ടും എൻ്റെ പെണ്ണുമ്പിള്ളയെ ഞാൻ നിനക്ക് തന്നത്. മറക്കരുത് കേട്ടോ. പരാതികളുടെയും പരിഭവങ്ങളുടെയും കെട്ട് പീറ്റർ അഴിക്കുമ്പോൾ അവൻ്റെ ഭാര്യ മെറീന വിനോദിനരികെ അവനോടൊട്ടിയിരിക്കുകയായിരുന്നു. മെറീനയുടെ പാതി നഗ്നമായ ശരീരത്തിലൂടെ വിനോദിൻ്റെ വിരലുകൾ അരിച്ചിറങ്ങിയതും ഇക്കിളി പൂണ്ടതുപോലെ മെറീന പൊട്ടിച്ചിരിച്ചു. നീ ഇങ്ങനെ പരാതിപ്പെട്ടിയാവല്ലേ പീറ്റർ? നെഞ്ചിലേക്ക് മെറീനയെ ചേർത്ത് പിടിച്ച് പറഞ്ഞുകൊണ്ട് വിനോദ് പീറ്ററിനെ നോക്കി. നമ്മുടെ എല്ലാം വിവാഹം കഴിയുന്നതിനു മുമ്പ് നമ്മൾ കൂട്ടുകാർ പരസ്പരം പറഞ്ഞതാണ്, കൂടെ ഭാര്യയായി വരുന്നവളുമാരെ പരസ്പരം ഇഷ്ടത്തിനൊത്ത് പങ്കിട്ടെടുക്കാമെന്ന്. നിങ്ങളുടെ എല്ലാം കല്യാണം നേരത്തെ നടന്നു. മാത്രമല്ല നിങ്ങളുടെ ഭാര്യമാരെല്ലാം പട്ടണ പരിഷ്കാരികളായതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വേഗം മാറി. പക്ഷേ എന്തു ചെയ്യാം, എൻ്റെ കല്യാണം ഇത്തിരി വൈകി. മാത്രമല്ല കിട്ടിയതൊരു തനി നാട്ടിൻപുറത്തുകാരിയെയും. എന്തു ചെയ്യാം, മനസ്സിനിണങ്ങിയ ഒരുത്തിയെ കിട്ടണ്ടേ? വൈകിയാൽ എന്താ മോനെ, നല്ലൊരു നാടൻ കരിക്കിനെ തന്നെ സംഘടിപ്പിച്ചില്ലേ നീ? നിന്റെ കൂടെ മണ്ഡപത്തിൽ അവളെ കണ്ടപ്പോൾ തുടങ്ങിയതാടാ എൻ്റെ നിയന്ത്രണം പോവാൻ. വികാരത്തള്ളിച്ചയിൽ പീറ്റർ പറയുന്നത് കേൾക്കെ ഹരം മൂത്ത് വിനോദ് മെറീനയുടെ ശരീരം ഞെരിച്ചമർത്തി. അയ്യോ! മെറീന വേദനയിലൊന്ന് പുളഞ്ഞതും വിനോദ് നേർത്തൊരു ചിരിയോടെ അവളുടെ കവിളിൽ ചുംബിച്ചു. കാർത്തികയെ ഇന്ന് നിനക്ക് തരും എന്നത് ഈ വിനോദിൻ്റെ വാക്കാണെങ്കിൽ അവൾ ഇന്ന് രാത്രി നിൻ്റേതാണ്. നീ റെഡിയായിക്കോ അവളെ സ്വീകരിക്കാൻ. പിന്നെ അറിയാലോ, നിന്റെ ഈ ആക്രാന്തം കാരണമാണ് ഞാൻ ഇന്ന് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമ്മുടെ ഈ പദ്ധതിയോ പരിപാടിയോ ഒന്നും അവൾക്കറിയില്ല. കാര്യങ്ങൾ കേട്ടു കഴിയുമ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കും എന്നതും പറയാൻ പറ്റില്ല. അലറി കരയുമോ നിന്നെ കൊല്ലുമോ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. വിനോദ് പറഞ്ഞതും പീറ്ററിൽ ഒരു ചിരി വിരിഞ്ഞു. അവളെ ഒന്ന് അറിഞ്ഞിട്ട് മരിച്ചാലും വേണ്ടില്ലടാ, അത്രയ്ക്കും ലഹരിയാണ് അവൾ എനിക്കിപ്പോൾ. പിന്നെ ഇത്തിരിയൊക്കെ മൽപ്പിടുത്തം ഒരു ഹരമല്ലേടാ? നമ്മളിതെത്ര കണ്ടിരിക്കുന്നു. പിന്നെ അവൾ ബഹളം വച്ചാൽ അത് ഈ റൂമിൽ നിന്ന് പുറത്തു പോവില്ല. ഹോട്ടലിലെ രാത്രിയിലെ DJ പാർട്ടിയുടെ ശബ്ദത്തിനിടയിൽ അവളുടെ ശബ്ദം ആരു കേൾക്കാൻ? പറഞ്ഞതും ആ ഓർമ്മയിൽ പീറ്റർ ഒന്ന് ഹരം കൊണ്ടു. അതെല്ലാം നിന്റെ മിടുക്കാണ്. നാളെ രാവിലെ ഞാൻ അവളെ കൊണ്ടുപോകുമ്പോൾ അവൾ നമ്മൾ പറയുന്നതെന്തും അനുസരിക്കുന്നവളാവണം. എനിക്കത്രയേ വേണ്ടൂ. നിനക്ക് മാത്രം തന്നാൽ പോരല്ലോ അവളെ. ഇനിയുമുണ്ടല്ലോ അവളെയും സ്വപ്നം കണ്ടിരിക്കുന്നവന്മാർ. നിങ്ങളിൽ നിന്നെല്ലാം എൻ്റെ പങ്ക് ഞാൻ ആദ്യമേ വാങ്ങിപ്പോയില്ലേ? ഇനിയിപ്പോൾ പകരം തരാതെ പറ്റില്ലല്ലോ. വഷളൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് വിനോദ് ഒരു പൂച്ചക്കുഞ്ഞിനെ എടുക്കുന്ന ലാഘവത്തോടെ മെറീനയെ കൈകളിൽ കോരിയെടുത്ത് അടുത്തുള്ള റൂമിലേക്ക് കയറിപ്പോയി. അവർക്ക് പുറകിലായി മുറിയുടെ വാതിലടഞ്ഞതും കയ്യിലെരിയുന്ന സിഗരറ്റുമായി പീറ്റർ കാർത്തികയെ മനസ്സിലോർത്തു. എന്തൊരു ചന്തമാണ് ആ പെണ്ണിന്. മുട്ടറ്റം മറയുന്ന മുടിയും മുല്ലപ്പൂ പല്ലെന്നും കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അവളെ കാണുന്നതുവരെ. വിവാഹവേദിയിൽ വെച്ച് അവളെ കാണുന്നതുവരെ വിനോദ് ഒരു സർപ്രൈസ് പോലെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു അവളെ. കണ്ട മാത്രയിൽ തന്നെ താനും മറ്റുള്ള സുഹൃത്തുക്കളും അവളിൽ മതിമറന്നു പോയിരുന്നു. നാടൻ സൗന്ദര്യവും വശ്യതയും നിറഞ്ഞ അവളുടെ ശരീരത്തെ മനസ്സിലിട്ട് പല പ്രാവശ്യം ഭോഗിച്ചവരായിരുന്നു തങ്ങളെല്ലാവരും. അവരവർക്ക് വരുന്ന ഊഴവും കാത്തിരിക്കുന്നവർ. വിനോദ് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് അവൾ തനിക്കെന്ന് താൻ അവനിൽ നിന്ന് വാക്കുവാങ്ങിയത് മറ്റുള്ളവർക്കൊന്നും അത്ര രസിച്ചിട്ടില്ല. ഗ്രാമത്തിൽ ജനിച്ചു വളർന്നതിനാലാവാം കാർത്തികയെ കാര്യങ്ങൾ പറഞ്ഞു മെരുക്കിയെടുക്കാൻ അല്പം സമയം വേണമെന്ന് വിനോദ് പറഞ്ഞത് പ്രകാരം ഇപ്പോൾ 3 മാസമായി അവൾക്കായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. ഇതിനിടയിൽ പല പ്രാവശ്യം തൻ്റെ ഭാര്യ മെറീനയടക്കമുള്ളവർ വിനോദിൻ്റേതായി മാറി. എല്ലാം മുതലാക്കണം, അവളെ ഒന്ന് കയ്യിൽ കിട്ടട്ടെ. ഓർമ്മയുടെ ലഹരിയിൽ പീറ്റർ സിഗരറ്റ് പുക കൊണ്ട് മുറിയിൽ വലയങ്ങൾ തീർക്കുമ്പോൾ അപ്പുറത്തെ മുറിയിൽ നിന്ന് വിനോദിൻ്റെ കിതപ്പും മെറീനയുടെ കുസൃതി കലർന്ന ചിരിയും വാതിലിന് പുറത്തേക്ക് ചിതറിത്തെറിച്ചുകൊണ്ടിരുന്നു. രാത്രി ഡിന്നർ കഴിക്കാനായി ഹോട്ടലിലെ ശീതീകരിച്ച മുറിയിലിരിക്കുമ്പോഴും കാർത്തിക ആകെ വിയർക്കുന്നുണ്ടായിരുന്നു. പേരുപോലും അറിയാത്ത നിരവധി വിഭവങ്ങൾ നിറഞ്ഞ മേശപ്പുറത്തേക്ക് അവളുടെ കണ്ണുകൾ ചെന്നതേയില്ല. തനിക്കരികിലിരുന്ന് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയും കൂട്ടുകാരോട് പൊട്ടിച്ചിരിച്ച് തമാശകൾ പറയുകയും ചെയ്യുന്ന വിനോദിനെ അവൾ വീണ്ടും വീണ്ടും നോക്കി. ഇല്ല, വിനോദേട്ടൻ ഒന്നും അറിയുന്നില്ല. വിനോദേട്ടൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് അല്പം മുമ്പ് തനിക്ക് പരിചയപ്പെടുത്തിയ പീറ്റർ എന്ന ആളാണ് ഏട്ടനൊപ്പം സംസാരിച്ചിരിക്കുമ്പോഴും
ടേബിളിനടിയിലൂടെ തൻ്റെ കാലുകളിൽ തലോടുന്നത്. ദേഷ്യത്തിൽ അവൻ്റെ മുഖത്തേക്ക് താൻ നോക്കുമ്പോഴവൻ ഒരു വഷളൻ ചിരിയോടെ കണ്ണിറുക്കി കാണിക്കുന്നു. എന്താണ് ഈശ്വര ഞാൻ ചെയ്യുക? ശരീരമാകെ വിറച്ച് വിയർപ്പിൽ നനഞ്ഞ് കാർത്തിക പതറിയിരിക്കുമ്പോൾ പീറ്ററിൻ്റെ കാലുകൾ കാർത്തികയുടെ തുടയിൽ അമർന്നത് പെട്ടെന്നായിരുന്നു. ഛീ! അവളിൽ നിന്നൊരു ശബ്ദമുണ്ടായതും വിനോദ് അവളെ നോക്കി. എന്താ കാർത്തു? വിനോദ് ചോദിച്ചതും ഒന്നും പറയാൻ പറ്റാതെ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി നിസ്സഹായതയോടെ ഒന്നുമില്ലെന്നവൾ ചുമൽ കുലുക്കിയതും വിനോദും പീറ്ററും മെറീനയും പരസ്പരം ഒരു ഗൂഢമായ ചിരിയോടെ ഭക്ഷണം കഴിക്കൽ തുടർന്നു. ഒരു പ്രശ്നമുണ്ടായാൽ കാർത്തികയുടെ പ്രതികരണം എങ്ങനെയാവുമെന്നറിയാൻ അവർ നടത്തിയ പരീക്ഷണം തിരിച്ചറിയാൻ കാർത്തികയ്ക്ക് സാധിക്കാതെ പോയത് അവളുടെ മേലുള്ള അവരുടെ വിജയമായിരുന്നു. ഭക്ഷണം കഴിച്ചില്ല എന്ന രീതിയിൽ ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് നടന്നുപോയ കാർത്തികയുടെ പിന്നാമ്പുറ സൗന്ദര്യം ആസ്വദിക്കുന്ന പീറ്ററിനെ വിനോദ് ചൊഴിഞ്ഞു നോക്കി. ഇങ്ങനെ നോക്കി വെള്ളമിറക്കാതെടാ, ഇന്നത്തെ രാത്രി അവൾ നിനക്കുള്ളത് തന്നെയാണ്. നീ അവളുടെ തുടയിലൊന്ന് തൊട്ടതുപോലും എന്നോട് പറയാൻ ഭയക്കുന്ന അവൾ ഒരു രാത്രി നിന്നോടൊപ്പം കഴിഞ്ഞാൽ ആരോട് പോയി പരാതി പറയും? നിനക്ക് അവളെ കൂട്ടിത്തരുന്ന എന്നോടോ? എന്തായാലും ഇനി അങ്ങോട്ട് നമ്മുടെ നാളുകളാടാ, അടിച്ചു പൊളിക്കണം നമുക്ക്. തനിക്ക് പിന്നിലൊരുങ്ങുന്ന ചതിയുടെ കഥയറിയാതെ കാർത്തിക വീണ്ടും അവർക്കരികിലെത്തിയപ്പോൾ അവരുടെ സംസാരം മുറിഞ്ഞു. അടച്ചിട്ട ഹോട്ടൽ മുറിയിൽ അസ്വസ്ഥമായ മനസ്സോടെ ഇരിക്കുമ്പോൾ എന്തിനെന്നറിയാതെ കാർത്തികയുടെ ഹൃദയം പടപടാ തുടിച്ചു. ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കതയിൽ വളർന്ന അവൾക്ക് തനി പരിഷ്കാരിയായ വിനോദിൻ്റെ കൂടെയുള്ള ജീവിതം ആദ്യമൊരു അത്ഭുതമായിരുന്നു. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരമ്മയും സഹോദരിയുമാണ് വിനോദിനുണ്ടായിരുന്നത്. അമ്മയെയും സഹോദരിയെയും ജീവനായിരുന്നു വിനോദിന്. കാർത്തികയ്ക്ക് ഏറെ ഇഷ്ടമാണ് വിനോദിൻ്റെ അമ്മയെ. അമ്മയുടെ ഓർമ്മ വന്നതും കാർത്തിക മൊബൈലെടുത്ത് അമ്മയെ വിളിച്ചതും വാതിലിലാരോ തട്ടിയതും ഒരുമിച്ചായിരുന്നു. ചെന്ന് വാതിൽ തുറന്നതും മുന്നിലൊരു വഷളൻ ചിരിയോടെ പീറ്റർ. ഭയന്നവൾ പിന്നോട്ട് മാറിയതും പീറ്റർ മുറിയിലേക്ക് കയറി വാതിലടച്ചു. ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങിയ കാർത്തികയുടെ വായെ അവൻ ബലമായി അമർത്തിപ്പിടിച്ചു. അവളുടെ കയ്യിലിരുന്ന ഫോൺ വഴുതി മേശക്കടിയിലേക്ക് വീണു. ശബ്ദമുണ്ടാക്കരുത്, ആരും ഓടി വരാനില്ല. നിന്റെ ശബ്ദം ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയുമില്ല. ഭയത്താൽ തളർന്ന കാർത്തിക ഒരാശ്രയത്തിനായി ചുറ്റും നോക്കി. നീ ആരെയാടി സുന്ദരി നോക്കുന്നത്? വിനോദിനെയാണോ? അവൻ എൻ്റെ റൂമിൽ എൻ്റെ ഭാര്യയോടൊപ്പമാണ്. അതല്ലേടി ചക്കരെ ഞാനിങ്ങ് വന്നത്. ഒരു ബാർട്ടർ സിസ്റ്റം. ക്രൂരമായി പീറ്റർ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാതെ കാർത്തിക അവനിൽ നിന്നും കുതറിക്കൊണ്ടേയിരുന്നു. ഇതൊന്നും ഞങ്ങൾക്കിടയിൽ പുത്തരിയല്ലടി. ഞങ്ങളെല്ലാം വെച്ചുമാറും, ഞങ്ങളുടെ ഭാര്യമാരെ വരെ. നിന്നെ കയ്യിലൊതുക്കാൻ ഇത്രയും ദിവസം വേണ്ടി വന്നുവെന്ന് മാത്രം. പീറ്ററിൽ നിന്ന് കേട്ട ഓരോ വാക്കുകളും നെഞ്ചിൽ അസ്ത്രമായി തുളച്ചു കയറി തരിച്ചു നിന്നുപോയി കാർത്തിക. ഇതായിരുന്നോ വിനോദേട്ടൻ എപ്പോഴും പറയാറുള്ള ആ സർപ്രൈസ്? അവളുടെ കണ്ണുകൾ കവിഞ്ഞൊഴുകി. അപ്പോൾ തുടങ്ങുകയല്ലേ നമ്മൾ? പറഞ്ഞതും പീറ്റർ കാർത്തികയുടെ വായിൽ നിന്ന് കൈയെടുത്ത് അവളുടെ സാരിയുടെ കുത്തിൽ പിടിച്ചൊരു വലി. തനിക്ക് മുമ്പിൽ അർദ്ധനഗ്നയായി കരയുന്ന കാർത്തികയെ കണ്ട് ലഹരിമൂത്ത പീറ്റർ അവളിലേക്ക് അടുത്തതും വാതിലിലാരോ ശക്തമായി തട്ടി. തുറക്കാൻ വൈകുന്തോറും വാതിലിലെ തട്ടൽ ശക്തമായപ്പോൾ പ്രാഗിക്കൊണ്ട് പീറ്റർ വാതിൽ തുറന്നു. ഭയന്ന മുഖത്തോടെ മുന്നിൽ വിനോദ്. എന്താടാ, എന്തുപറ്റി? പീറ്ററിൻ്റെ ചോദ്യങ്ങൾ കേൾക്കാതെ വിനോദ് വേഗം മുറിക്കുള്ളിലേക്ക് കയറി. കരയാൻ പോലും മറന്ന് അവനെ നോക്കി നിൽക്കുന്ന കാർത്തികയുടെ മുഖത്ത് അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം തങ്ങി നിന്നു. പെട്ടെന്നെന്തോ ഓർത്തിട്ടെന്ന പോലെ അവൻ്റെ കണ്ണുകൾ മുറിയിലാകെ പരതി നടന്നു. വാതിലിനടുത്ത് മേശയുടെ അടിയിൽ വീണുകിടക്കുന്ന കാർത്തികയുടെ ഫോൺ കണ്ടതും അവൻ്റെ മുഖം വിളറി വെളുത്തു. കയ്യെത്തിച്ച ഫോൺ എടുത്തതും അവൻ കണ്ടു ഫോണിൽ അപ്പോഴും തെളിഞ്ഞു കോൾ കട്ടാവാതെ നിൽക്കുന്ന അവൻ്റെ അമ്മയുടെ നമ്പർ. പോലീസ് സ്റ്റേഷനിൽ സ്വന്തം അമ്മയുടെയും സഹോദരിയുടെയും മുഖത്ത് പോലും നോക്കാൻ സാധിക്കാതെ തല കുമ്പിട്ട് നിൽക്കുമ്പോൾ താൻ ആ നിമിഷം മരിച്ചു വീണിരുന്നെങ്കിൽ എന്ന് തോന്നി വിനോദിന്. സ്നേഹത്തോടെ മാത്രം തന്നെ നോക്കിയിരുന്ന അമ്മയുടെ കണ്ണിലെ വെറുപ്പും തന്നെ നോക്കുമ്പോൾ സഹോദരിയുടെ കണ്ണിൽ തെളിയുന്ന ഭയവുമെല്ലാം അവനെ ഏറെ തളർത്തിയിരുന്നു. ഹോട്ടലിൽ നിന്ന് സ്റ്റേഷനിലെത്തിയ ശേഷം കാർത്തികയുടെ മുഖത്ത് പോലും അവൻ നോക്കിയില്ല. അവളുടെ എരിയുന്ന കണ്ണിലെ പക അവനെ ഒരു മാത്ര തളർത്തി. സാർ, ഇവൻ്റെ മേൽ നിയമപരമായി എന്തെല്ലാം കുറ്റങ്ങൾ ചാർത്താമോ അതെല്ലാം ചാർത്തിക്കോളൂ നിങ്ങൾ. എൻ്റെ കുട്ടിയുടെ ഫോൺ കോൾ ആ നിമിഷം എനിക്കരികിൽ എത്തിയിരുന്നില്ലെങ്കിൽ കോൾ കണക്റ്റായതും ഞാൻ ആദ്യം കേട്ടത് പീറ്റർ എന്ന ചെന്നായയുടെ വാക്കുകളാണ്. സ്വന്തം ഭാര്യയെ അന്യന് കൂട്ടിക്കൊടുത്ത് കൂട്ടുകാരൻ്റെ ഭാര്യയെ തേടിപ്പോയ എൻ്റെ മകനെന്ന പിശാചിൻ്റെ ഫോണിലേക്ക് പിന്നെ വിളിച്ചത് എൻ്റെ മോളായിരുന്നു. സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുത്ത ഇവൻ്റെ രണ്ടു കൈയിൽ രണ്ട് ഫോണിലായി ഞങ്ങൾ ഇവൻ്റെ അമ്മയും പെങ്ങളും കാർത്തികമോൾക്ക് കാവലായി ഇരുന്നതുകൊണ്ട് മാത്രമാണ് ഇന്നിത് ഇവിടെ ഇങ്ങനെ അവസാനിച്ചത്. സാറിന് എങ്ങനെ വേണമെങ്കിലും കേസെടുക്കാം. സാക്ഷി പറയാൻ ഞങ്ങൾ എവിടെയും വരാം. ഇപ്പോൾ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് പോവാണ് സാറേ.
കാർത്തികയുടെ കയ്യും പിടിച്ച് പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ തല കുനിച്ച് നിൽക്കുന്ന വിനോദിനരികെ എത്തിയതും അവൻ്റെ അമ്മ ഒന്ന് നിന്നു. ഡാ, മുഖത്ത് നോക്കടാ. സ്വന്തം ഭാര്യയെ പങ്കുവെക്കുന്ന നീയിനി എന്നാണ് നിന്റെ കൂടപ്പിറപ്പിനെയും പെറ്റമ്മയായ എന്നെയും കൂട്ടിക്കൊടുക്കുക എന്നറിയില്ല. അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ വന്നേക്കരുത് എൻ്റെ ഭർത്താവ് എനിക്ക് തന്നിട്ട് പോയ ഞങ്ങളുടെ വീട്ടിലേക്ക്. നിന്നെ ഇനി അവിടെ കണ്ടുപോകരുത്. പറഞ്ഞതും അമ്മ കൈനീട്ടി കാർത്തികയുടെ കഴുത്തിലെ താലിമാല പൊട്ടിച്ചെടുത്ത് അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞതും പെട്ടെന്നായിരുന്നു. ഇതാ, ആ ബന്ധവും കഴിഞ്ഞിരിക്കുന്നു. ഇനി വരരുത് എന്നെയും എൻ്റെ മക്കളെയും അന്വേഷിച്ച് എൻ്റെ മുന്നിൽ. വലം കൈയാൽ കാർത്തുവിനെയും ഇടം കൈയാൽ പെങ്ങളെയും പിടിച്ച് തലയുയർത്തി അമ്മ സ്റ്റേഷനിൽ നിന്നിറങ്ങിപ്പോയപ്പോൾ അമ്മ വലിച്ചെറിഞ്ഞു പോയ താലിച്ചെയിൻ വിനോദിൻ്റെ മുമ്പിൽ അനാഥമായി കിടന്നിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.